അടീനെത്തി കണ്ടോ നിറച്ച് പൂവിട്ട് നിൽക്കുന്നത്? ഇതിന് ഞാൻ ആകെ കൊടുത്തത് എന്തെന്നറിയോ? ചാരവും അതുപോലെ എല്ലുപൊടിയാണ്. ആദ്യം തന്നെ അടീനിയത്തിൻ്റെ കടക്ക് ഉള്ള മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം കുറച്ച് ചാരവും അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ കട തൊടാതെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടീനിയ നിറയെ പൂവിട്ടതാണ് ഈ കാണുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ചാരവും അതുപോലെ എല്ലുപൊടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള വേറൊരു വളവും കൂടി ഉണ്ട് ഇതിന്. അത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. ഈ കടലപ്പിണ്ണാക്കും ഇതുപോലെ തന്നെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അടീനിയത്തിൽ ഇട്ട് കൊടുത്താൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഗേറ്റിൻ്റെ സൈഡിലായിട്ടേ ഈ ബോഗൺവില്ല നട്ടിട്ട് കുറച്ച് കാലങ്ങളായി. പക്ഷെ ഇതിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിന് ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഇതിങ്ങനെ നന്നായിട്ട് ചെടി ഉഷാറായി പോകുന്നല്ലാണ്ട് പൂക്കൾ അധികം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പിന്നെയാണ് കോഴിവളം ഇട്ട് കൊടുത്തത്. കോഴിവളം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ നിറച്ച് ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത്. അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സിനൊന്നും ഇതുപോലുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തണ്ടൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വക പ്ലാന്റ്സിനെയൊക്കെ ഈ 2 പ്ലാന്റ് ഇപ്പോൾ കാണിച്ച ഈ 2 പ്ലാന്റിനെയും വളരെ കെയർ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ട് നടക്കുന്നത്. ബോഗൺവില്ല ഇതുപോലെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇതിന് ചൂട് കിട്ടണം. നമ്മുടെ നന്നായിട്ട് ചൂട് കിട്ടിയാലേ ഇത് പൂക്കുള്ളൂ. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കൂടുതലായിട്ടും ഇതിന് നമ്മൾ ചാരം, കോഴിവളം അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് പൂത്ത് കിട്ടുള്ളൂ. ഈ പ്രാവശ്യം ഞാൻ കോഴിവളമാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പൂത്ത് കിട്ടിയിട്ടുണ്ട്. പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ കൂടുതലും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. അടീനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ല വെയിൽ വേണം അടീനിയത്തിന്. നല്ല വെയിലത്ത് വെച്ച് നിറയെ പൂവുണ്ടായി കഴിയുമ്പോൾ നമുക്ക് മുട്ടും പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒന്ന് തണലത്തേക്കൊന്ന് മാറ്റി വെക്കാം. കാരണം നല്ല വെയിലത്ത് അടീനിയ ഇരുന്നാൽ ആ പൂക്കൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നിറയെ മുട്ടായി കഴിയുമ്പോൾ അടീനിയത്തിന് ഒരു തണലത്തേക്ക് ഒന്ന് നീക്കി വെക്കുന്നത്, തീരെ തണലല്ല എന്നാലും ഒരുപാട് വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ചെടികളെയും അതിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ചുറ്റുപാടിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ അതിൽ പൂവുണ്ടാവുന്നതാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും. അതുപോലെ ഇലച്ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഗാർഡനിൽ ചെടികൾക്ക് വേണ്ടി ചെയ്യുന്നത്.